തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറുന്നു. ഇതിൻ്റെ തൊട്ടുപുറകെ തന്നെ ഹമാസിൻ്റെ ടെക്നിക്കൽ വിങ് തലവനെ ഇസ്രായേൽ സേന കൊലപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ പ്ലാനിങ് കറക്റ്റായിരുന്നില്ലേ? ഉറപ്പല്ലേ, കാരണം ഇസ്രായേലിൽ കൃത്യമായ പ്ലാനിങ് ആയിരുന്നു. കാരണം തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങണമെന്ന് പലതവണയായിട്ട് ലെബനൻ ഭരണകൂടം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇസ്രായേൽ കേട്ടില്ല. വെടിനിർത്തൽ കരാറൊക്കെ ഓക്കെയാണ്, ഞങ്ങൾ ഗസയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിൽ നിന്നൊക്കെ പിന്മാറി നിൽക്കുന്നു, പക്ഷേ ലെബനനിൽ നിന്ന് പൂർണ്ണമായിട്ട് ഞങ്ങൾ പിൻവാങ്ങുന്നില്ല. അതേ തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ച് ചില ആസൂത്രണങ്ങൾ IDF നടത്തുന്നു. അപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പൂർണ്ണമായും അവിടെ നിന്ന് പിന്മാറുമെന്ന് പറഞ്ഞത് ഈ ചൊവ്വാഴ്ചയാണ്, ഏതാണ്ട് 60 ദിവസങ്ങൾക്ക് ശേഷം. 60 ദിവസങ്ങൾക്ക് ശേഷം പിന്മാറുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് അവിടേക്ക് ഒരു ആക്രമണം നടത്തുന്നത്. അതായത് ലെബനനിലെ ഹമാസിൻ്റെ തലവനായ മുഹമ്മദ് ഷഹീനാണ് അപകടത്തിൽ കൊല്ലപ്പെടുന്നത്. അപകടം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. ഈ കാറിൽ സഞ്ചരിക്കുന്ന കാര്യം കൃത്യമായി മൊസാദ് കണ്ടെത്തുകയും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെ അറിയിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് കാറിൽ സഞ്ചരിക്കുന്ന മുഹമ്മദ് ഷഹീനെ കൊലപ്പെടുത്താനായിട്ട് ഒരു ഡ്രോൺ ആക്രമണം നടത്തിയത്. ഇപ്പോൾ കാർ പൊട്ടിത്തെറിക്കുന്നതിൻ്റെ, കാർ നിന്ന് കത്തുന്നതിൻ്റെ ഒക്കെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാൾ ലെബനനിൽ ഒളിച്ച് താമസിച്ചുകൊണ്ട് ഹമാസിൻ്റെ ചില ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയത് മുഹമ്മദ് ഷഹീൻ ആണെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. അതായത് അവിടുത്തെ ഒരു വിങ് കമാൻഡർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു, കൂടാതെ ടെക്നിക്കൽ വിഭാഗത്തിൻ്റെ തലവനായിരുന്നു. നമ്മൾക്കറിയാം ലെബനനിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തുന്നു. ഈ ആക്രമണങ്ങളെല്ലാം നടത്തിയതിൻ്റെ സൂത്രധാരൻ ഈ ഷഹീനായിരുന്നു. അപ്പോൾ ഷഹീന് മറ്റ് രാജ്യങ്ങളിലെടുത്തും പലയിടത്തും ഒളിച്ച് താമസിക്കുന്നു, എന്നിട്ട് ലെബനിലേക്ക് വരുന്നു, ലെബനിൽ വെച്ച് ആക്രമണം നടത്തുന്നു. ഇതായിരുന്നു ഇയാളുടെ തന്ത്രം. അപ്പോൾ ഇതിന് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ, ആയുധങ്ങളൊക്കെ എത്തിച്ചു നൽകിയത് ഇറാനാണ്. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്, അതായത് ഇറാൻ്റെ സഹായം ഇപ്പോഴും ഈ ഹമാസ്, ഹിസ്ബുള്ള ഭീകരവാദികൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മുഹമ്മദ് ഷഹീൻ ഇത്രയും നാൾ ഒളിച്ച് താമസിക്കാൻ കഴിഞ്ഞതും ഇവർക്ക് നേരെ ആക്രമണം നടത്താൻ കഴിഞ്ഞതും. വളരെ കൃത്യമായിട്ട് മൊസാദ് ഇയാളെ കണ്ടെത്തുകയും ഇയാൾ സഞ്ചരിച്ച കാറിന് നേരെ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തുകയും ചെയ്തു. മറ്റു കുഴപ്പമൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ആദ്യം ഇസ്രായേൽ ഇക്കാര്യം പുറത്തു വിട്ടപ്പോൾ ലെബനൻ ഒന്നും മിണ്ടിയില്ലെങ്കിലും പിന്നീട് ഹമാസ് തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു, ഞങ്ങളുടെ അവിടുത്തെ കമാൻഡർ എന്ന പദവിയിലിരുന്ന ഷഹീനാണ് കൊല്ലപ്പെട്ടതെന്ന്. അപ്പോൾ ഇത്രയും നാളും ഈ ലെബനൻ പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ തീവ്രവാദികളൊന്നും ഇല്ലാന്നല്ലേ? അപ്പോൾ ഇത്രയും നാളും ലെബനനിൽ നിന്ന് പോയിക്കൊണ്ടിരുന്ന ഹമാസിൻ്റെ തീവ്രവാദികൾ മൊത്തം അപ്പോൾ ഈ തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ച് അവിടെ തന്നെ ഉണ്ടാവില്ലേ? അതെ, ഇവർക്ക് സംശയം തെക്കൻ ലെബനനായിരുന്നു. കാരണം തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ചായിരുന്നു ഹിസ്ബുള്ളയുടെ പ്രവർത്തനം. നമുക്കറിയാം ഗസയിലും വെസ്റ്റ് ബാങ്കിലും അടക്കം ഹമാസ് ഭീകരവാദികളാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ലെബനിലേക്ക് വരുമ്പോൾ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് ഹിസ്ബുള്ളയാണ്. ഹിസ്ബുള്ള എന്ന് പറഞ്ഞാൽ ഷിയ തീവ്രവാദികളായിരുന്നു. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? ഈ ഹിസ്ബുള്ളയ്ക്കൊപ്പം തന്നെ ലെബനിലെ ചില ഭീകരവാദികൾ ഒളിച്ചു താമസിച്ചു എന്ന് പറഞ്ഞാൽ സുന്നി തീവ്രവാദികൾ. അതാണ് ലെബനനിൽ ഒളിച്ചു താമസിക്കാൻ ഈ ഹമാസ് ഭീകരന് അവസരം ലഭിച്ചത്. അപ്പോൾ ഇയാൾക്ക് എവിടെ നിന്നൊക്കെയോ പുറമേ നിന്ന് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ അങ്ങനെ നിൽക്കാൻ പറ്റൂ. അപ്പോൾ ഇസ്രായേലിന് ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അതായത് മൊസാദിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് ഹിസ്ബുള്ളയെ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് ഏതാണ്ട് നീക്കം ചെയ്തു. അതായത് ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ നിന്ന് ലിറ്റാനിയ റിവർ ഉണ്ട്. ഈ ലിറ്റാനിയ റിവറിൻ്റെ അപ്പുറത്തേക്ക് ഹിസ്ബുള്ളയുടെ ഭീകരവാദികളെ ഓടിക്കണം. ഇതായിരുന്നു ഇസ്രായേലിൻ്റെ ലക്ഷ്യം. നമുക്കറിയാമല്ലോ, ഒരു വർഷമായിട്ട് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പേജർ ഉൾപ്പെടെയുള്ള സ്ഫോടനങ്ങൾ നടത്തി ഹിസ്ബുള്ളയുടെ നേതാക്കളെ എല്ലാം തന്നെ കൊന്നു തള്ളിയിരുന്നു. ഈ സമയത്ത് ഹമാസിൻ്റെ ചില ആളുകൾ ഹിസ്ബുള്ളയുടെ സഹായത്തോടെ ലെബനിലുണ്ടെന്ന് ഇസ്രായേൽ മനസ്സിലാക്കി. പക്ഷേ അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹമാസ് ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഒക്കെ ചെയ്യുന്നത് ഹ്യൂമൻ ഷീൽഡ്, അതായത് മനുഷ്യരെ, അവിടുത്തെ ആളുകളെ ഒരു കവചമാക്കി വെച്ചുകൊണ്ട് അവർക്കുള്ളിൽ ഒളിച്ചിരുന്നാണ് ആക്രമണം നടത്തുന്നത്. അതായത് ഹമാസിൻ്റെ ഭീകരവാദികൾ റോക്കറ്റ് ആക്രമണം നടത്തും, മിസൈൽ ആക്രമണം നടത്തും, എന്നിട്ട് പോയിരിക്കുന്നത് ജനവാസ കേന്ദ്രങ്ങൾ, ഒന്നിൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ആശുപത്രികളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആൾ കൂടുന്നിടത്ത് പോയിരിക്കും. അപ്പോൾ ഇസ്രായേലിന് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ഹിസ്ബുള്ള ഇവിടെ ഈ ലെബനിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ വീടുകളിലേക്ക് കുടിയേറി, അതായത് കൈയേറി താമസിക്കും. എന്നിട്ട് ആ വീടിൻ്റെ മുമ്പിൽ റോക്കറ്റും മിസൈലും ഒക്കെ ഫിറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യസ്ഥാനം അന്വേഷിച്ച് ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ പാവപ്പെട്ട അവിടുത്തെ ജനങ്ങളാണ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ ലെബനിലെ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഈ ആക്രമണം ഇനി അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്മാറാതെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ലെബനനിൽ തന്നെ തുടർന്നത്. അപ്പോൾ തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ച് ഇവർ നിൽക്കുമ്പോൾ ഹിസ്ബുള്ളയുടെ ഭീകരന്മാരെ മുഴുവൻ ലിറ്റാനിയ നദിക്ക് അപ്പുറത്തേക്ക് ഓടിക്കുന്നു. ഒരു കാരണവശാലും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പാടില്ല. അവശേഷിക്കുന്ന ഹിസ്ബുള്ളയുടെ ഭീകരരുണ്ട്, അവരിപ്പോൾ ലെബനൻ പൗരനാണ് എന്ന നിലയിൽ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരിപ്പോൾ ഹിസ്ബുള്ളയായിട്ട് ഒരു ബന്ധമില്ല, ഞങ്ങളിവിടെ താമസിക്കുകയാണ്. പക്ഷേ ആത്യന്തികമായി ഇവരുടെ ഉള്ളിൽ ആ ഭീകരവാദമുണ്ട്. അങ്ങനെയാണ് ഈ ഹമാസിൻ്റെ ഒരു ഭീകരൻ ഇവിടെ ഉണ്ടെന്നും മുഹമ്മദ് ഷഹീനാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്നും ഇറാൻ എല്ലാ സഹായം ചെയ്യുന്നതുമുള്ള
കൃത്യമായ വിവരങ്ങൾ ഇസ്രായേൽ സേന കണ്ടെത്തുന്നത്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവിടെ നിർത്തുകയും അവിടെ നിലയുറപ്പിക്കുകയും കൃത്യമായ ആക്രമണം നടത്തുകയും ചെയ്തു. അതും 60 ദിവസത്തെ വെടിനിർത്തലിന് ശേഷം ഞങ്ങൾ ആ രാജ്യം വിട്ടുപോകുന്നു, അല്ലെ ആ മേഖല വിട്ടുപോകുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്. അപ്പോൾ ലോക രാജ്യങ്ങൾ തന്നെ ഞെട്ടി. കാരണം കൃത്യമായ ആസൂത്രണം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നടത്തി. ഇവർ പൂർണ്ണമായിട്ട് ഇപ്പോൾ പിന്മാറിയെങ്കിലും 5 സ്ഥലങ്ങളിൽ ഞങ്ങളുടെ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുമെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലെബനിൽ. കാരണം ലെബനോയി, അതുപോലെ ജബൽ ബ്ലത്ത്, ബ്ലിഡ തുടങ്ങിയ 5 കേന്ദ്രങ്ങളിലാണ്. അതായത് കുന്നിൻ്റെ മുകളിലാണ് ഈ സ്ഥലങ്ങൾ. ഈ കുന്നിൻ്റെ മുകളിലിരുന്നാൽ തെക്കൻ ലെബനൻ ഉൾപ്പെടെയുള്ള മേഖലകളൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഡ്രോൺ ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങളുമായിട്ട് ഇവിടെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നിലനിർത്തുന്നു. അതുകൂടാതെ തന്നെ അവിടുത്തെ ഒരു പ്രധാന കേന്ദ്രമുണ്ട്, അതായത് മൗണ്ട് ഹെർമോൺ കുന്നുകൾ എന്ന് പറഞ്ഞാൽ ഈ മൗണ്ട് ഹെർമോൺ കുന്നുകൾ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഒരു പ്രധാന എന്താ പറയുക ഒരു ആർമി ഫ്ലാഗ് പോസ്റ്റ് ആണെന്ന് പറയുന്നത്, ചെക്ക് പോസ്റ്റ് പോലെയാണ്. അവിടെ നിന്നുകൊണ്ട് കൃത്യമായ നിരീക്ഷണം നടത്തുന്നു. അപ്പോൾ ഇസ്രായേലിൽ നിന്ന് ഓടിപ്പോയ ആളുകളെയൊക്കെ ഇസ്രായേലിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഏതാണ്ട് 50,000 പേരെ അവിടെ കൊണ്ട് പാർപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടുന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോയാൽ അവിടേക്ക് ഈ ലെബനിൽ നിന്ന് ഒഴിഞ്ഞു പോയ കുറേ ആൾക്കാരുണ്ട്, പലസ്തീൻ വംശജരൊക്കെ, അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരണം. അപ്പം ഈ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവിടുന്ന് പോകുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ഈ ഹിസ്ബുള്ളെ അനുകൂലിക്കുന്ന ആളുകൾ അവരുടെ കൊടികളുമൊക്കെ ആയിട്ട് വന്ന് അവിടെ ആഹ്ലാദം പ്രകടിപ്പിക്കാൻ തുടങ്ങി. അത് ഈ സൈന്യവുമായിട്ടുള്ള ഒരു വാക്കേറ്റത്തിന് ഏറ്റുമുട്ടലിലേക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പം ഈ തീർച്ചയായിട്ടും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് മനസ്സിലായിട്ടുണ്ട് ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഏതൊക്കെയോ ഭീകരന്മാർ ഇപ്പോഴും അവിടെയുണ്ട്. അതുകൊണ്ടാണ് ഈ 5 ചെക്ക് പോസ്റ്റുകൾ അവിടെ നിലനിർത്തിയിരിക്കുന്നത്. ഒരു ചെറിയ കൂട്ടങ്ങളല്ല ഉള്ളത്, എല്ലാം തന്നെ തലവന്മാരാന്ന് തോന്നുന്നു. അതാണ് അപ്പൊ നമുക്കറിയാം നടക്കുന്നത്. അതെ, നേരത്തെ തന്നെ യാഹിയ സിൻവറിനെ കൊന്നു. അതുപോലെ തന്നെ അവരുടെ നേതാക്കളെല്ലാം പിന്നെ ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും നേതാക്കളെല്ലാം കൊന്നു. അപ്പോൾ ചെറുകിട നേതാക്കൾ, അനുയായികൾ കുറേ പേര് അവിടെ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. ഈ രീതിയിലുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് നെതന്യാഹു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മറ്റ് ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. അതായത് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമൊക്കെ തുരങ്കങ്ങൾ നിർമ്മിക്കാൻ, മിസൈലുകൾ വാങ്ങാൻ, അതിൻ്റെ അറ്റകുറ്റപ്പണി നടത്താൻ, ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കാനൊക്കെ പണം നൽകിയത് ഇപ്പോൾ ഖത്തറാണെന്നുള്ള വിവരം പുറത്തു വരുന്നു. ഖത്തർ നേരിട്ട് ഫണ്ട് അവർക്ക് അനുവദിച്ചു കൊടുക്കുകയായിരുന്നു. കൂടാതെ യുണൈറ്റഡ് നേഷൻ്റെ ഈ ഏജൻസികളുണ്ട്, UNRWA പോലെയുള്ള ആ ഏജൻസികൾ ശരിക്കും പറഞ്ഞാൽ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി ഫണ്ട് അനുവദിക്കുന്ന സംഘടനകളായി പ്രവർത്തിക്കുകയാണ്. ഇതിൻ്റെ ഓഡിയോ സന്ദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് UNRWയുടെ ഭാരവാഹികളും ഈ ഹമാസിൻ്റെ തീവ്രവാദികളും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിൻ്റെ ഓഡിയോ രേഖകൾ, അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ, ഈ അക്കൗണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യണമല്ലോ, സ്വാഭാവികമായും ഹമാസിൻ്റെ തലവന്മാരുടെ അക്കൗണ്ടുകളിലേക്കാണ് UN പണം കൈമാറിയിരിക്കുന്നത്. ഇത് വിവിധ NGOകൾ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നൊരു നരേറ്റീവ് ഉണ്ടാക്കും. എന്നിട്ട് അവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു, മരുന്ന് എത്തിച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഫേക്ക് ഫോട്ടോസ് എടുക്കും, ഫേക്ക് നരേറ്റീവ് സൃഷ്ടിക്കും. എന്നിട്ട് ഇതിനെല്ലാം തെളിവായിട്ട് വെച്ചിട്ടാണ് ഈ പണം കൈമാറിയിരുന്നത്. അപ്പോൾ UN പണം, അല്ലെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ നൽകുന്ന പണം മുഴുവൻ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും തീവ്രവാദികളുടെ നേതാക്കളിലേക്ക് എത്തി എന്നതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇത് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ഇതെല്ലാം കൂടെ വെച്ച് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന് മുന്നിൽ സമർപ്പിക്കും. എങ്ങനെയായിരിക്കും തിരിച്ചടി ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഖത്തർ എല്ലാ കാലത്തും ഭീകരവാദികൾക്ക്, തീവ്രവാദികൾക്ക് സാമ്പത്തിക സഹായം നൽകും, സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. മാത്രമല്ല ഹമാസിൻ്റെ തലവന്മാരൊക്കെ ഒളിവിൽ താമസിച്ചിരുന്നത് ഈ ഖത്തറിലായിരുന്നു. ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ മുഴുവൻ ഹമാസിൻ്റെ ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖത്തർ അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചത്. ഇപ്പോൾ ഖത്തറിൻ്റെ അമീർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്, നരേന്ദ്രമോദിയോട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇതിന് പിന്നിൽ ചില അജണ്ടകളൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തായാലും അതിൻ്റെ കാര്യങ്ങൾ ഔദ്യോഗികമായി പുറത്തു വരട്ടെ. നമുക്കറിയാം ചില കാര്യങ്ങൾ. അതായത് അമേരിക്കയ്ക്ക് ഖത്തറിന് ഇപ്പോൾ അത്ര ഇഷ്ടമല്ല. ഖത്തറിൽ നിന്ന് അമേരിക്കയുടെ ബേസ്, ആർമി ബേസ് മാറ്റാനുള്ള തീരുമാനമുണ്ട്. അങ്ങനെ ഖത്തറിൽ നിന്ന് അമേരിക്കയുടെ ആർമി ബേസ് മാറ്റിയാൽ ഖത്തറിനെതിരെ മിഡിൽ ഈസ്റ്റിലെ ചില രാജ്യങ്ങൾ പോലും ആക്രമണം നടത്തും. അപ്പോൾ ഖത്തറിൻ്റെ നിലപാട് അത്ര സേഫ് അല്ല. 8.5 ലക്ഷത്തോളം ഇന്ത്യക്കാർ അവിടെ പണിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് ഒരു നല്ല സ്വതന്ത്ര വിദേശ നയം മുന്നോട്ട് കൊണ്ടുപോകാൻ ഖത്തറിന് തയ്യാറാണ്. ഖത്തറിന്റെ ആത്യന്തികമായ ആവശ്യം എന്ന് പറയുന്നത് അമേരിക്കയുമായുള്ള പ്രശ്നം പരിഹരിക്കാൻ മീഡിയേറ്ററായിട്ട് മോദി വരണമെന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുന്നു. മാത്രമല്ല ഈ ഫണ്ട് ഇങ്ങനെ അനാവശ്യമായിട്ട് UN പണം എടുത്ത് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടിയെടുക്കണം. അപ്പോൾ ഇത്രയും നാൾ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുമ്പോഴും ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ആൾക്കാരൊക്കെ അവിടെ ഒളിവിൽ താമസിക്കുന്നുണ്ട്. ഇനി ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഈ ശനിയാഴ്ച 5 ബന്ദികളെ കൂടെ വിട്ടു നൽകാമെന്ന് ഹമാസ് പറഞ്ഞു. പക്ഷെ പകരം അവരൊരു ഡിമാൻഡ് വെച്ചു.
അവർ വെച്ച ഡിമാൻഡ് ഈ പറയുന്ന JCB അതുപോലെ തന്നെ കടുത്ത പണിയൊക്കെ ചെയ്യാൻ കഴിയുന്ന വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരം വാഹനങ്ങൾ ഗസയിലേക്ക് പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞാൽ പുതിയ JCB ഉൾപ്പെടെയുള്ള കുറേ വാഹനങ്ങൾ ഇപ്പോൾ അവർ ദൃശ്യങ്ങളിലൂടെ ഇവരെ കാണിക്കുന്നുണ്ട്. ഇത് വാഹനങ്ങൾ എന്തിനാണ് കയറ്റി വിടുന്നതെന്ന് ചോദിച്ചാൽ റെഡിമെയ്ഡായിട്ട് വീടുകൾ നിർമ്മിക്കും. നമ്മളിപ്പം ഈ കാരവൻ എന്നൊക്കെ പറയുന്നില്ല എന്ന് പറയുന്ന പോലുള്ള വീടുകൾ ഉണ്ടാക്കിയിട്ട് അത് ഈ JCB ഉപയോഗിച്ച് അവിടെ കൊണ്ട് സ്ഥാപിക്കും. എന്നിട്ട് പലസ്തീൻകാരെ അവിടെ താമസിപ്പിക്കണം. അപ്പോൾ ഇതിന് പിന്നിൽ മറ്റൊരു അജണ്ടയുണ്ട്. അതായത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ഗസയിൽ നിന്ന് അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് മുഴുവൻ പാലസ്തീൻകാരെയും ഈജിപ്തിലേക്കും അതുപോലെ തന്നെ ജോർദാനിലേക്കൊക്കെ ഒഴിപ്പിക്കണം, അവിടെ താമസിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഗസയെ പുനഃസൃഷ്ടിക്കാം. അവിടേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഹമാസിന്റെ പുതിയ തന്ത്രമാണ് റെഡിമെയ്ഡ് വീടുകൾ നിർമ്മിച്ച് അവിടെ കൊണ്ട് സ്ഥാപിക്കുന്നു. അപ്പോൾ റെഡിമെയ്ഡ് വീടുകൾ നിർമ്മിക്കണേ പൈസ വേണമല്ലോ. അപ്പോൾ ലോകത്ത് ഏതൊക്കെയോ രാജ്യങ്ങൾ ഇപ്പോഴും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും വൻതോതിൽ ഫണ്ട് നൽകുന്നു. ഇതാണ് ഇസ്രായേൽ തുറന്നു പറഞ്ഞ കാര്യം. ഞങ്ങൾ ആ രാജ്യത്ത് നിന്ന് പൂർണ്ണമായിട്ടും മാറിയാൽ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും അവശേഷിക്കുന്ന നേതാക്കളും അതുപോലെ തന്നെ ഭീകരവാദികളും രംഗത്തേക്ക് വരികയും അവിടുത്തെ ജനങ്ങളെ ബന്ദികളാക്കി വെച്ചുകൊണ്ട് വീണ്ടും വിലപേശൽ തന്ത്രം നടത്തുകയും ചെയ്യും. അപ്പോൾ ലോകത്തെ ഏതാനും രാജ്യങ്ങൾ ഇവർക്ക് ഇപ്പോഴും ഭീകരപ്രവർത്തനത്തിന് ഫണ്ട് നൽകുന്നു തെളിവാകുന്നു. ഇതിലൊരു രാജ്യമായിട്ട് അവർ സംശയിക്കുന്നത് ഖത്തറിനെയാണ്. അപ്പോൾ ഖത്തർ നേരത്തെ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. എന്തായാലും മുഹമ്മദ് ഷഹീനെ കൊലപ്പെടുത്തിയതോടുകൂടി അവസാനത്തെ ഈ ഹമാസിന്റെ തലവനും അവിടെ തീർന്നിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ബാക്കിയുള്ളവരെല്ലാം തന്നെ ലിത്വാൻ നദിക്കരയുടെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എങ്കിലും അവിടെ എന്തെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുകയാണെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 5 മലയുടെ മുകളിൽ 5 പോസ്റ്റുകൾ അവർ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പം ഈ മേഖലകളിൽ നിന്നെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ ഒരു നിരീക്ഷണം ഇവർക്ക് മേലുണ്ട്, അമേരിക്കയുടെ ഒരു പിന്തുണയുണ്ട്. മാത്രമല്ല ഇതിനെല്ലാം കാരണം ഇറാനാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇറാൻ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്, അതുപോലെ തന്നെ ആയുധങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ഇറാൻ ഇപ്പോഴും ക്ഷമയോടെ ഇരിക്കുകയല്ല, അല്ലെ സമാധാനത്തോടെ ഇരിക്കുകയല്ല എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞു. ഈ കാര്യം ബെഞ്ചമിൻ നെതന്യാഹു കൃത്യമായിട്ട് ഡൊണാൾഡ് ട്രംപിനെ ധരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആക്രമണത്തിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇറാൻ നേരെയായിരിക്കും. നിലവിൽ ലെബനൻ സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ ജീവിക്കാം, അവിടുന്ന് വിട്ടുപോയ ആൾക്കാരെ നിങ്ങൾക്ക് ഇപ്പോൾ കൊണ്ട് അവിടെ താമസിപ്പിക്കാം. പക്ഷേ ഈ JCB മറ്റും ഉപയോഗിച്ച് റെഡിമെയ്ഡ് വീടുകൾ നിർമ്മിച്ച് ഗസയിൽ വീണ്ടും താമസിക്കാനും അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാനുമാണെങ്കിൽ സൂക്ഷിക്കോ, നിങ്ങൾ സൂക്ഷിച്ചോ, ഞങ്ങൾ അങ്ങനെ വിട്ടുതരില്ല എന്ന് പറയുന്നു. എന്തായാലും ഇസ്രായേലിൻ്റെ അതിർത്തി സുരക്ഷിതമാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം നടപ്പാക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും തയ്യാറാവും. അങ്ങനെയാണെങ്കിൽ മര്യാദയ്ക്ക് ഇരുന്നാൽ ഈ ലെബനീസ് പൗരന്മാർക്ക് അവിടെ ജീവിക്കാം. ലെബനൻ എന്ന് പറയുന്ന രാജ്യത്തെ അതുപോലെ നിലനിർത്താൻ സാധിക്കും. കാരണം ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ഉറപ്പാണ് ലെബനനിൽ പുതിയ ഭരണകൂടത്തെ കൊണ്ടുവരാമെന്നും അവിടെ നിന്ന് ഹമാസിനെയും ഹിസ്ബുള്ളയും പൂർണ്ണമായും തുടച്ചു നീക്കാമെന്നും. നിലവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് ഗസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും ഹമാസ് ഏതാണ്ട് പൂർണ്ണമായിട്ടും പോയി. ഹിസ്ബുള്ളക്കാരെ ഈ ലിത്വാൻ നദിക്കരയ്ക്ക് അപ്പുറത്തേക്ക് ലെബനനിൽ ഓടിച്ചിട്ടുണ്ട്. എങ്കിലും തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ച് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു.